നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞങ്ങൾക്ക് അവള് കണ്ണിലെ കൃഷ്ണമണി പോലെയാ മോളെ. അത്രമാത്രം അവള് ഞങ്ങളെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തി കളഞ്ഞു. ഇനി പല്ലവിക്കും പ്രതീക്ഷനും ഭാവനോടുള്ള ദേഷ്യവും വെറുപ്പും മാറ്റിയെടുക്കണം. എന്നാലേ എനിക്ക് സമാധാനാവും. പ്രതീക്ഷയുടെ ഭാവനേച്ചോട് അത്രയ്ക്ക് വലിയ ദേഷ്യമൊന്നുമില്ല. ആദ്യമൊക്കെ കുറച്ച് പിണക്കമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വീട് തിരിച്ചെടുത്ത് തന്നത് ഭാവനേച്ചയാണെന്നറിഞ്ഞപ്പോ ആ പരിഭവമൊക്കെ അങ്ങ് മാറി. അവളുണ്ടല്ലോ ആ പല്ലവി, അവളെ വേണം ഒന്ന് ഒതുക്കിയെടുക്കാൻ. അവളെയും ഭാവന മാറ്റിയെടുക്കും ജാനകി. നീ നോക്കിക്കോ, പല്ലവിയെ നല്ലൊരു മോളായിട്ട് തന്നെ ഭാവന നമുക്ക് കൊണ്ട് തരും. അത് അവളുടെ സംസാരത്തിൽ തന്നെ ഉണ്ട്. അപ്പേട്ടാ, എനിക്ക് ഭാവന മോളെ ഒന്ന് വിളിച്ചു തരണം, ഒന്ന് സംസാരിക്കാനാ. പിന്നെന്താ, അവരിപ്പോ വീട്ടിലെത്തിയിട്ടേ ഉണ്ടാവൂ. കുറച്ച് കഴിയട്ടെ. ആ മോളെ, അതൊന്ന് കെട്ടിത്തന്നേക്കോ. എന്താണെന്ന് നോക്കിയിട്ട് ഏട്ടനെന്നെ വിളിച്ചാ മതി, ഞാൻ വന്ന് സംസാരിക്കാം. അങ്ങനെയാണെങ്കിൽ നീ സുഭദ്രയെ കൂട്ടി പോയാ മതി. ആ എന്തായി, സൂര്യക്ക് ജാമ്യം കിട്ടിയില്ലേടാ? അമ്മ അതറിയാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അങ്ങനൊന്നുമല്ല, നീ രാവിലെ ഇറങ്ങിപ്പോയതല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. എന്നാലേ ഞാൻ പോയത് കോടതിയിലേക്കല്ല, എൻ്റെ വേറൊരു ആവശ്യത്തിനാ. എന്നാലും ഞാൻ അറിഞ്ഞ കാര്യം പറയാം. സൂര്യേട്ടന് ജാമ്യം കിട്ടിയില്ല. അതെങ്ങനെ കിട്ടും? അത്രയ്ക്ക് വലിയ ചീറ്റിംഗ് അല്ലേ നടത്തിയിരിക്കുന്നത്? ഞാനെന്ത് പറഞ്ഞു, ഇപ്പൊ മനസ്സിലായില്ലേ? നിങ്ങൾ രണ്ടുപേരും കൂടെ തോക്കിനുള്ളിൽ കയറി വെടിവെക്കല്ലേ. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അല്പം മുമ്പ് ഞാൻ ഭാവനേച്ചി ഒന്ന് വിളിച്ചിരുന്നു. ചേച്ചിയെ പറഞ്ഞു സൂര്യേട്ടന് ജാമ്യത്തിന്റെ ആവശ്യം വന്നില്ല, സൂര്യേട്ടനെ കോടതി വെറുതെ വിട്ടു. എന്താ വിശ്വാസം വരുന്നില്ലേ? എന്നാ വിശ്വസിച്ചോ, ഞാൻ ഈ പറഞ്ഞതാ സത്യം. സ്വന്തം പാർട്ണർ കൊടുത്ത ചീറ്റിംഗ് കേസേ കോടതി തള്ളി. അർജുൻ എന്ന മിടുക്കനായ അഡ്വക്കേറ്റ് സൂര്യേട്ടനോടൊപ്പം ഉണ്ടെങ്കിൽ സൂര്യേട്ടൻ പുഷ്പം പോലെ കോടതി നിറങ്ങി വരും. ഓഹോ, അപ്പൊ ഇവിടെയും അർജുനാണല്ലേ സൂര്യയുടെ രക്ഷകൻ? ഹലോ, എന്താമേ വിശ്വാസം വരുന്നില്ലേ? കോടതി സൂര്യയെ വെറുതെ വിട്ടതിന് ഞാനെന്ത് വേണം? ഓഹോ, ഇത് കൊള്ളാം. അമ്മയല്ലയോ എന്നോട് സൂര്യേട്ടന് ജാമ്യം കിട്ടിയില്ലോ എന്ന് ചോദിച്ചത്. എന്താ നല്ലൊരു ന്യൂസ് കേട്ടിട്ടും ചേച്ചിക്കും അനിയനും ഒരു സന്തോഷമില്ലാത്തത്? ഞങ്ങൾക്ക് സന്തോഷമില്ലെന്ന് ആര് പറഞ്ഞു? മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. അതോ ഈ 10 കോടി തേടിപ്പോയിട്ട് കിട്ടാത്തിന്റെ വിഷമമാണോ? ഞാനെങ്ങനെ അറിഞ്ഞെന്നാവൂല്ലേ? അമ്മ അറിഞ്ഞില്ലേ? രണ്ടാളും കൂടെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കൊണ്ട് പോയിരുന്നു. ക്ഷേമാന്വേഷണത്തിനല്ല, ഭാവനേച്ചി അടിച്ചു മാറ്റിയെന്ന് നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന 10 കോടി രൂപ എവിടാ ഒളിപ്പിച്ചു വെച്ചേക്കുന്നതെന്ന് അറിയാം. ഞങ്ങൾ അതിനൊന്നുമല്ല പോയത്, അഭി വെറുതെ പറയുന്നതാമേ. അപ്പൊ നിങ്ങൾ അവിടെ പോയിരുന്നു അല്ലേ? എന്റെ ബാമേ, നീ എന്താടി ഇങ്ങനെ ആയിപ്പോയത്? ശരിക്കും നീ ഭാവനേച്ചിട്ട് അനിയത്തി തന്നെയാണോടി? എന്താടാ വരത്തെ? ഒന്നില്ലെങ്കിലും നാളെ നീ ഒരു SI ആവേണ്ടവനല്ലേ? കുറച്ചൊക്കെ ബുദ്ധിയും വിവരവും ആവാം. സ്വന്തം ചേച്ചിയെ നിങ്ങൾ ഇത്രയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളല്ലേ? ഞങ്ങള് കാശ് മോഹിച്ചു പോയതൊന്നല്ല, അറിഞ്ഞ കാര്യം സത്യമാണെന്ന് നോക്കാൻ വേണ്ടി പോയതാ. എങ്കിൽ നിങ്ങൾക്ക് ഭാവനേച്ചിയോട് നേരിട്ട് ചോദിക്കായിരുന്നില്ലോ? അതായിരുന്നു അന്തസ്. എന്തായാലും ഇല്ലാത്ത 10 കോടി രൂപയുടെ പേരില് സ്വന്തം അമ്മയും സഹോദരങ്ങളെയും കാണാൻ പോയത് തന്നെ നല്ലൊരു കാര്യം.
അമ്മയല്ലേ ഇവരുടെ ഇപ്പം വഴികാട്ടി. ഇതും ഇതിന്റെ അപ്പുറവും പ്രതീക്ഷിക്കാം. ഇവര് പോയതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അതിന് ഞാൻ ഉത്തരവാദിയല്ല. അരുന്ധതി എവിടെ? കണ്ടില്ലല്ലോ. അങ്കിളിന്റെ കൂടെ ബാങ്കിൽ പോയിരിക്കുക. ആ ആ, നീ ഒന്ന് വന്നേ. ബാ. അപ്പൊ ചേച്ചിയെ വേണ്ടെങ്കിലും ചേച്ചിയുടെ കാശ് വേണമല്ലേ? അത് പിന്നെ കാശെല്ലാമ്പേ കോടികളുടെ കണക്ക് കേട്ടപ്പോ രണ്ടാളും വീണു പോയതായിരിക്കും. അമ്പേ, ഒരു കാര്യം എനിക്കിപ്പോ ബോധ്യമായി. എന്താ? ഭാമയ്ക്കും ഭരത്തിനും ബന്ധങ്ങളെക്കാൾ വലുത് പണം തന്നെയാ. അതിന് തെളിവാ നമ്മളിപ്പോ കണ്ടേ. അതേട്ടാ, ഞാൻ ചോദിച്ചപ്പോ കള്ളനെ പോലെ നിന്നത് കണ്ടില്ലേ? വരട്ടെ അമ്പേ, പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ളവരെ കിട്ടാനാണ് പാട്. ലക്ഷണം കണ്ടിട്ട് ഇവര് രണ്ടാളെ നമുക്ക് ആവശ്യം വരും. അതേട്ടാ, ഭാമയെ നേരത്തെ ഞാൻ ബ്രെയിൻ വാഷ് ചെയ്തത് കാര്യമായി. അതുകൊണ്ടാ അവൾ ഇത്രയും മാറിയത്. ഇപ്പൊ എങ്ങനെയുണ്ട്? അഭയുടെ പണം കണ്ടിട്ട് തന്നെയാ ഭാമ അവനെ കറക്കിയെടുത്തത്. എന്നിട്ട് ചേച്ചിക്കും അനിയത്തിക്കും കുറെ ന്യായങ്ങളുണ്ട്. തൽക്കാലം ഞാൻ എല്ലാം സഹിക്കേട്ടാ. അതെന്തിനാണെന്ന് ഏട്ടൻ അറിയാലോ. ഭാവനയും ഈ സഹോദരങ്ങളെയും തമ്മിലടിപ്പിക്കണം. ഭരത്തും ഭാമയും ഭാവനെ വെറുക്കണം. നീ ധൈര്യമായിട്ടിരിക്കുക, അതിനുള്ള അവസരം വരും. സൂര്യ, ഇനിയിപ്പോ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ആലോചിക്കും. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പോലീസ് ലോക്കപ്പിൽ കിടക്കുന്നത്, അതും ചെയ്യാത്ത കുറ്റത്തിന്. സമയദോഷ സൂര്യ, വലുതായിട്ട് വരാനിരുന്നെന്തോ തട്ടിമാറിപ്പോയെന്ന് കരുതിയാ മതി. അതൊക്കെ ശരി തന്നെയാ ഭാവന. പക്ഷെ എന്നെ ചതിച്ചിട്ട് എന്റെ ഫോണിലെ പാസ്വേഡ് പറഞ്ഞു കൊടുത്തത് ആരാ? അത് ഉത്തരവില്ലാത്ത ചോദ്യ സൂര്യ. ആരും ആവാം. പക്ഷേ ആരെയാ നമ്മൾ സംശയിക്കുക? എന്തായാലും നമ്മുടെ ഫുൾ ഹിസ്റ്ററി അറിയാവുന്ന ആരോ ആണ് ഇതിന് പിന്നില്. അതാരാണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. സൂര്യ, ഞാനൊരു സംശയം പറഞ്ഞോട്ടെ? എന്താ? ബാങ്കിന് കൈമാറിയ പാസ്വേഡും മറ്റെന്തെങ്കിലും മാർഗം ഉപയോഗിച്ച് ചെയ്തതാണെങ്കിലോ? ഇപ്പോ ടെക്നോളജി ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന കാലമാ സൂര്യ, വിശ്വസിക്കാൻ പറ്റില്ല. ഇവിടെ ഒരു സംശയവും വേണ്ട ഭാവന. എന്റെ ഫോണിൽ വന്ന പാസ്വേഡ് തന്നെയാ ബാങ്കിന് കൈമാറിയിരിക്കുന്നത്. പക്ഷെ അതെങ്ങനെ സംഭവിച്ചു? ഞാൻ എത്ര ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല.